എല്ലാവർക്കും നമസ്കാരം. വസുപഞ്ചക ദോഷത്തെക്കുറിച്ചാണ് പറയുന്നത്. മരണദോഷങ്ങളിൽ വച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ദോഷമായി കണക്കാക്കുന്നത് വസുപഞ്ചക ദോഷത്തെയാണ്. മറ്റ് അപ്രധാനമായ ദോഷങ്ങൾ പലതും പറയുന്നുണ്ട്. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ടതും പരിഹാരം ഉടൻ തന്നെ ആവശ്യമായതുമായ ഒരു ദോഷമായിട്ട് വസുപഞ്ചക ദോഷത്തെ പറയുന്നു. ഈ വസുപഞ്ചകം എന്ന് പറയുന്നത് വസു എന്ന് പറയുന്ന നക്ഷത്രം മുതൽ 5 നക്ഷത്രങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. വസു എന്നുള്ളത് അവിട്ടം നക്ഷത്രത്തിൻ്റെ പേരാണ്. ഇതിൻ്റെ ദേവതകളാണ് വസുക്കൾ എന്ന് പറയുന്നത്. അപ്പോൾ അതുമുതലാണ് വസു മുതൽ അവിട്ടം മുതൽ 5 നാളുകൾ അവിട്ടം, ചതയം, പൂരുരുട്ടാതി, ഉത്രട്ടാതി, രേവതി ഇത്രയും നക്ഷത്രങ്ങളിൽ ഒരാൾ മരിച്ചിട്ടുണ്ടെങ്കിൽ ആ കുടുംബത്തിൽ ഒരു വർഷത്തേക്ക് അനിഷ്ടകാലമാണ് എന്നാണ് സൂചിപ്പിക്കുന്നത്. 5 ദുരിതങ്ങൾ ഉണ്ടാകാം എന്ന് പറയുന്നുണ്ട്. 5 പേർക്ക് എന്നും പറയുന്നുണ്ട്. അത് ഏതെങ്കിലും ജീവികളുമാകാം. ഏതായാലും ഒരു വർഷത്തേക്ക് ആ കുടുംബത്തിൽ അനിഷ്ടകാലം നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് എല്ലാവരും വളരെ ശ്രദ്ധിക്കണം എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ അതിന് കൃത്യമായ പരിഹാരങ്ങൾ നമ്മുടെ ഗ്രന്ഥങ്ങളിൽ പറഞ്ഞു വച്ചിട്ടുണ്ട്. അത് അനുഷ്ഠിച്ചാൽ മാത്രം മതിയാവും ഈ ദോഷങ്ങളെ മറികടക്കാൻ. പരിഹാരങ്ങളിൽ പറഞ്ഞിരിക്കുന്നതിൽ ഏറ്റവും പ്രധാനം മൃത്യുഞ്ജയം തന്നെയാണ്. മൃത്യുഞ്ജയ ഹോമം തന്നെയാണ് പറയുന്നത്. 41 ദിവസത്തിനുള്ളിൽ മൃത്യുഞ്ജയ ഹോമം ആ മരിച്ച ഭവനത്തിൽ വെച്ച് ആചാര്യൻ്റെ സാന്നിധ്യത്തോടു കൂടി നടത്തണം എന്ന് പറയുന്നു. ഇതിനെക്കുറിച്ച് അറിവുള്ള ആചാര്യൻ്റെ സാന്നിധ്യം വച്ചിട്ടാണ് നമ്മളിത് ചെയ്യേണ്ടത്. മൃത്യുഞ്ജയ ഹോമത്തിൽ മൃത്യുവിനെ ജയിക്കുന്നതാണല്ലോ മൃത്യുഞ്ജയ ഹോമം. ശിവനാണ് പ്രധാന ദേവത. അതിൽ ചെയ്യുന്നത് ഒരാളുടെ രോഗക്ലേശങ്ങളെ ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടി കണ്ടുപിടിച്ച ഒരു പരിഹാരമാണ് മൃത്യുഞ്ജയ ഹോമം എന്ന് പറയുന്നത്. അത് ആയുർവേദത്തിൽ പ്രതിപാദിക്കുന്ന 7 ഔഷധങ്ങൾ നെയ്യിൽ മുക്കി അഗ്നിയിൽ ഹോമിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ധൂമം, പുക ഒരാളെ കൊണ്ട് ശ്വസിപ്പിക്കുന്നു അയാൾക്ക് ദോഷകാലം വരുമ്പോൾ. ദശാസന്ധി കാലങ്ങളിലും മറ്റും നമ്മളിങ്ങനെ മൃത്യുഞ്ജയം ചെയ്യാറുണ്ട്. അതൊരു വ്യക്തിയുടെ കാര്യത്തിൽ. ഒരു കുടുംബത്തിന് ആകമാനമാകുമ്പോൾ ഭവനത്തിൽ വെച്ചിട്ട് കുടുംബാംഗങ്ങളെല്ലാം പങ്കെടുപ്പിച്ചുകൊണ്ട് ഇത് ചെയ്യുന്നു. സപ്തധാതുക്കളിലാണ് ഒരാൾക്ക് രോഗം വരുന്നത്. ആ രോഗങ്ങളെ എടുത്തു മാറ്റുന്നതിന് വേണ്ടിയിട്ട്, രോഗക്ലേശങ്ങളെ, ദുരിതങ്ങളെ മാറ്റുന്നതിന് വേണ്ടിയിട്ട് ആ സപ്തധാതുക്കളെ പ്രതിനിധീകരിക്കുന്ന 7 ആയുർവേദ ഔഷധങ്ങളെ ഹോമിക്കുന്നു. അപ്പോൾ ഇത് എല്ലാവരുടെയും സാന്നിധ്യത്തിൽ ചെയ്യുന്നു, ഭവനത്തിൽ വെച്ച് ചെയ്യുന്നു. അപ്പോൾ ഇതോടൊപ്പം തന്നെ ഈ വസുപഞ്ചക ദോഷം വരികയാണെങ്കിൽ നമ്മൾ മൃത്യുഞ്ജയ ഹോമവും അതിനൊപ്പം യമരാജ ഹോമം എന്ന് പറയുന്നൊരു പ്രത്യേക ഹോമം കൂടിയുണ്ട്. ഇതൊരുമിച്ച് നടത്തിയിട്ട് ഈ മൃത്യുദോഷങ്ങളെ ഒരു മൃത്യുഞ്ജയ പ്രതിമയിലേക്ക് ആവാഹിച്ചിട്ട് അത് ശിവക്ഷേത്രത്തിൽ സമർപ്പിക്കുക എന്നുള്ള കാര്യമാണ് ഇതിന് പരിഹാരമായിട്ട് ചെയ്യുന്നത്. മൃത്യുഞ്ജയ ഹോമം എപ്പോഴും മധ്യാഹ്നത്തിന് മുമ്പ് തീർന്നിരിക്കും. അതുകൊണ്ട് രാവിലെയാണ് ഈ കർമ്മങ്ങളെല്ലാം ചെയ്യുന്നത്. പിന്നെ ഇതിനകത്ത് മരിച്ച നക്ഷത്രം, ഇതിലേത് നക്ഷത്രത്തിലാണോ മരിച്ചിട്ടുള്ളത്, ഈ പറഞ്ഞ 5 നക്ഷത്രങ്ങളിൽ, ഈ അവിട്ടം നക്ഷത്രത്തിൻ്റെ പകുതി ഭാഗം മുതലാണ് ഈ ദോഷം നിൽക്കുന്നത്. ആദ്യ പകുതിയിൽ ദോഷത്തിന് പ്രാധാന്യമില്ല എന്നുള്ളൊരു കാര്യവും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ 5 നക്ഷത്രങ്ങളുടെ അനുജന്മ നക്ഷത്രങ്ങൾ ഉള്ള ജീവിച്ചിരിക്കുന്ന ആൾക്കാർക്കും ഈ ദോഷം ബാധകമാണ് കൂടുതലായിട്ട്. ഈ ദോഷം എന്ന് പറഞ്ഞാൽ മരിച്ച ആളിനല്ല, ആ കുടുംബത്തിൽ ജീവിച്ചിരിക്കുന്നവർക്കാണ് ദോഷം എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള അനുജന്മ നക്ഷത്രക്കാരായിട്ടുള്ളവരും പിണ്ടകർത്താവും ഒരു വർഷത്തേക്ക്, ആണ്ടുബലി അടുത്തത് വരുന്നവരെയാണ് ഒരു വർഷം എന്ന് പറയുന്നത്, അതുവരെ സ്വന്തം നക്ഷത്രത്തിൽ ശിവക്ഷേത്രത്തിൽ മൃത്യുഞ്ജയ ഹോമം തന്നെ നടത്തിക്കൊണ്ടിരിക്കണം. പരിഹാരമായിട്ട് ആദ്യം നമ്മൾ ഭവനത്തിൽ വെച്ച് ചെയ്യുന്നു ഒരെണ്ണം. അതിനുശേഷമുള്ള എല്ലാ മാസവും വരുന്ന ജന്മനക്ഷത്രം തോറും, അതായത് മരിച്ച നക്ഷത്രത്തിൻ്റെ അനുജന്മത്തിൽ വരുന്നത്. ഇപ്പോൾ അവിട്ടമാണെങ്കിൽ മകയിരം, ചിത്തിര, അവിട്ടം. ചതയമാണെങ്കിൽ തിരുവാതിര, ചോതി, ചതയം. അങ്ങനെ എല്ലാ നക്ഷത്രങ്ങളുടെയും അനുജന്മ നക്ഷത്രങ്ങളിൽ ജനിച്ചിട്ടുള്ളവർക്കും പിണ്ടകർത്താവിൻ്റെയും പേരിൽ മൃത്യുഞ്ജയോമം തുടർച്ചയായിട്ടൊരു വർഷം ചെയ്തുകൊണ്ടിരിക്കണം. പിന്നെ ഒരു വർഷത്തേക്ക്
പുണ്യക്ഷേത്രങ്ങളിൽ ദർശനം നടത്തണം, സൽക്കർമ്മങ്ങൾ അനവധിയായിട്ടുള്ളത് ചെയ്യണം, ശ്രേഷ്ഠ ദാനങ്ങൾ അനുഷ്ഠിക്കണം. ഇങ്ങനെയൊക്കെ ചെയ്ത് ആ കുടുംബത്തിലെ വരാനിരിക്കുന്ന ദോഷങ്ങളെ മറികടക്കാനും മാറ്റാനും നമുക്ക് സാധിക്കും. അതേപോലെ കുടുംബത്തിലെ സുഹൃതം ക്ഷയിക്കുമ്പോഴാണ് ഇങ്ങനെയുള്ള മരണങ്ങൾ ഉണ്ടാകുന്നതെന്നാണ് പറയുന്നത്. സുഹൃതം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരുപാട് പുണ്യകർമ്മങ്ങൾ സൽക്കർമ്മങ്ങൾ ചെയ്ത് അടുത്ത തലമുറയ്ക്ക് വേണ്ടി കരുതി വയ്ക്കുന്ന ആ പുണ്യത്തിനാണ് പറയുക. അപ്പോൾ അതിനെല്ലാം ക്ഷയം വരുമ്പോഴാണ് ഇങ്ങനെയെല്ലാം സംഭവിക്കുന്നത്. അതുകൊണ്ട് ഈ പരിഹാരം കൃത്യമായിട്ട് ഒരു മണ്ഡലക്കാലത്തിനുള്ളിൽ 41 ദിവസമാണ് മണ്ഡലം എന്ന് പറയുന്നത്, അതിനുള്ളിൽ തന്നെ ചെയ്താൽ, അല്ലെങ്കിൽ അവിടെ നിന്നും കിടന്നാൽ 90 ദിവസം വരെ മാക്സിമം പോകാം. അത് ശേഷം പിന്നെ അത് നീട്ടിക്കൊണ്ട് പോകാൻ പറ്റില്ല, ദുരിതങ്ങൾ തേടി വരും. അതുകൊണ്ട് ഈ പരിഹാരത്തെ നമ്മൾ സൽബുദ്ധിയ സ്വീകരിച്ചുകൊണ്ട് ഉത്തമനായ ഒരു ആചാര്യനെ കൊണ്ട് കൃത്യമായി ചെയ്യിക്കുകയും ചെയ്താൽ നമുക്ക് ഈ ദോഷത്തെ മറികടക്കാം. എല്ലാവരെയും സർവേശ്വരി അനുഗ്രഹിക്കട്ടെ.